എന്റെ പോലെ മാത്രമേ ഉള്ളൂ പറയാ അമ്മമാരെ കൊണ്ടായിരുന്നു ആ രഹസ്യ ഭാഗം വരെ വലിച്ചു കീറി എന്റെ പൊന്നുമല്ല വിളിക്കുക പോലും പറ്റായിട്ട് അവന് ശരീരം അത്രയും ചുട്ട് എന്റെ അപ്പീല ശരീരം അത്രയും ചുട്ട് രണ്ടു മക്കൾ പോയിട്ട് ഞാൻ ഇങ്ങനെ തകർന്നില്ല എന്റെ അപ്പിയെ പ്രതീക്ഷിച്ച് ജീവിച്ച് എന്റെ അപ്പി മിടുക്കാനായിരുന്നു കാണുന്നവരെല്ലാരും പറഞ്ഞു. നിങ്ങൾ ഈ രൂപത്തെ നോക്കിയേ, ഇതൊരു പെൺരൂപമാണ്. പക്ഷേ ഈ പെൺരൂപത്തിൻ്റെ മുഖത്ത് യാതൊരു വിഷമവുമില്ല. അവളുടെ മുഖത്ത് ചിരിയാണ്. അവൾ നൃത്ത ചുവടുകൾ വെക്കുകയാണ്, ആടി തിമിർക്കുകയാണ്. ഒന്നും അറിയാതെ അവളുടെ സ്വപ്ന ലോകത്തിലാണ്. പക്ഷെ ഇവളിങ്ങനെ നൃത്ത ചുവടുകൾ വെച്ച് ഇങ്ങനെ മാസ്മരികമായ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ജീവൻ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. ഒരു 1.5 വയസ്സുകാരൻ. അമ്മേ എനിക്ക് വേദനിക്കുന്നമ്മേ, കൈകൾ പൊട്ടി അമരുന്നു, എനിക്ക് വയ്യ, എന്നെ ഒന്ന് എടുക്കമ്മ എന്നൊക്കെ ഒരു 100 തവണ ഒരു കുഞ്ഞ് കരയുകയാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഏതോ ഒരു മൃഗത്തിൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തിട്ട് ഏതോ ഒരു സ്ഥലത്ത് ആടി തിമിർക്കുന്ന ഒരു സ്ത്രീ, അഖില എന്ന് പറയുന്ന ആ ദുഷ്ട സ്ത്രീയുടെ ആ ഒരു സംഭവത്തിന് വലിയ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നെഞ്ചു പൊട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നടിഞ്ഞു ഈ സ്ത്രീ കാരണം, ഈ യുവതി കാരണം, ഈ താടക കാരണം. ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ 2 മക്കളെ നഷ്ടപ്പെട്ടു. ഇവള് കാരണം ഒരു കുടുംബം മുഴുവനുമാണ് നശിച്ചിരിക്കുന്നത്. ഒരു മകൻ നഷ്ടപ്പെട്ടു, ഒരു മകൾ നഷ്ടപ്പെട്ടു. എല്ലാം ഈ താടക, ഈ സ്ത്രീ കാരണമാണ്. അവസാനം ആ 1.5 വയസ്സുകാരൻ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഈ അമ്മയും അച്ഛനും കഴിഞ്ഞത്. അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും. പക്ഷേ ആ കുഞ്ഞും നഷ്ടപ്പെട്ടു ഇവർക്ക്. കാരണം ഈ സ്ത്രീ കാരണം, ഈ സ്ത്രീ താമസിച്ചിരുന്ന ജീവിത പങ്കാളിയായ അഷ്കറിൻ്റെ ആ ഒരു ക്രൂരത കാരണം ആ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ ആ രണ്ടാനച്ഛനും ആ അമ്മയും ചേർന്ന് ആ കുഞ്ഞിനെ നിർദ്ദയം കൊന്നുകളഞ്ഞു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരുടെയും സങ്കടം അല്ലെങ്കിൽ ആരുടെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നു. കാരണം ആ സ്ത്രീയുടെ, ആ യുവതിയുടെ തനിസ്വരൂപം പുറത്തെത്തിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യേണ്ടി വന്നു. ആ അഷ്കർ എന്ന് പറയുന്ന ആ കാട്ടാളിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നു. എന്തായാലും മലയാളി മനസ്സാക്ഷി ഞെട്ടിച്ച ആ സംഭവത്തിന് പിന്നിലെ കാര്യകാരണങ്ങൾ തേടി ഇന്ന് യാത്രയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നെഞ്ച് പൊട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു അമ്മയ്ക്കും അച്ഛനും ഈ ഒരു ഗതി വരത്തില്ലെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു അമ്മയും അച്ഛനും. ആ കിടക്കുന്നത് അവരുടെ സ്വന്തം മകളാണ്, അഖില എന്ന് പറയുന്ന ഒരു മിടുക്കി കുട്ടി. കാണാൻ സുന്ദരിയായിട്ടുള്ള ആർക്കിടെക്റ്റായിരുന്നു അവൾ, മിടുമിടിക്കായിരുന്നു. ഇത് അവളുടെ ഒരേ ഒരു സഹോദരൻ അഖില്. 2 പേരും മിടുക്കം പിള്ളേരായിരുന്നു. ഇത് അറിയാമല്ലോ, ഈ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കൊച്ചു കുഞ്ഞ്, ഇവരുടെ എന്താ പറയുക, മകൻ്റെ കുഞ്ഞ്. സങ്കടപ്പെടുന്ന കാഴ്ചയായിരുന്നു. നമുക്കറിയാതെ ഞങ്ങളെല്ലാം കൂടി ഞാൻ വാർത്ത അതറിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചു പോയി. ഒന്നും പറയാനില്ല, ആശ്വസിപ്പിക്കുന്ന വാക്കുകളില്ല. നമ്മളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ ഒപ്പം ഞങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ആ സത്യാവസ്ഥ എന്തെങ്കിലും പുറത്ത് അറിയിച്ചല്ലേ പറ്റത്തുള്ളൂ. അച്ഛൻ കുറച്ചും കൂടെ ഒരു ധൈര്യം സംഭരിച്ചിരിക്കുകയാണ്. പാവം പിടിച്ച സുല്ലെന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ. ഒരു മൃഗമൊന്നുമല്ല, അവനെ അതിനപ്പുറം വാക്ക് എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ അറിയത്തില്ല. ആ മൃഗതുല്യമായിട്ടുള്ള ആ മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിന് 51 മുറിവാണ് ശരീരത്തിൽ ഉടനീളം ഉള്ളത്. ആ കുഞ്ഞിനെ അവർ കണ്ടിട്ട് പോലും ഇല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മ സുല്ലേട്ടാ, ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അവസാനമായിട്ടും കുഞ്ഞിന്റെ മരണസമയത്താണ് നമ്മൾ കാണുന്നത്. അത് സ്വന്തം മകന്റെ കുഞ്ഞായിട്ട് പോലും കണ്ടിട്ടില്ല. ഇല്ല, നമുക്ക് കാണിക്കാൻ അവസരം അവർ ഒരുക്കിയിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം ഈ മരണപ്പെടുന്നതിന് മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുഞ്ഞിനെ നമ്മൾ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ആകുന്നത്ര പരിശ്രമിച്ചു. ഇവന്റെ കാല് പിടിക്കും പോലെ ഞാൻ അവനോട്, ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. അമ്മ നഗരയോട് ഈ കുഞ്ഞ് മരിച്ച ശേഷം അമ്മ പോലും കാണുന്നല്ലേ? നമുക്കറിയാം. അമ്മ അവിടെ ഇരുന്നോ, ഇങ്ങോട്ട് വരണ്ട, അവിടെ സ്വസ്ഥം അവിടെ ഇരുന്നോ. ഞാൻ ചോദിക്കട്ടെ സുല്ലേട്ടാ, ഇത് മകന്റെ, ഇത് മകളാണ്? 96 ജനിച്ച് 2018 മരിച്ചു. നമുക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മോള് മരണമിക്കുമ്പോൾ 22 വയസ്സുണ്ടായിരുന്നു. 22 വയസ്സ്. നല്ല കാണാൻ മിടിക്കായിരുന്നു, നല്ല കഴിവുള്ള, അവളായിരുന്നു ആദ്യമായി ഡാൻസ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടുകൊണ്ട് അവളുടെ ഒരു പ്രലോഭനം കിട്ടിക്കൊണ്ടാണ് അനിയനും അതേ പാതയിലായിരുന്നു. ആ ട്രൂപ്പിൽ കൂടെ പോയാണ് ഈ അഖില എന്ന് പറയുന്ന അവന്റെ ഭാര്യയായ അഖിലയോടെ. ഷോക്ക് എന്ന് പറഞ്ഞാൽ തകർന്നു. നമുക്കുള്ള എല്ലാം പ്രതീക്ഷയായിരുന്നു. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും നല്ല ആത്മ സുഹൃത്തുക്കളെ പോലെയാണ് നമ്മൾ പെരുമാറിയിരുന്നത്. അവളെ കൊണ്ട് നോക്കുന്ന രീതിയിലെല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. മകളും ആത്മഹത്യ, ഒരു വേറൊരു പയ്യനുമായിട്ട് പ്രേമഭാഗമായിരുന്നു. പ്രേമഭാഗം അവിടെ ചെന്ന് ആ പന്നിയോടുന്ന സ്ഥലത്ത് ചെന്ന് പന്നിയോടാണ് കൊണ്ടുപോയത്. സുലേട്ടാ, ഞാൻ ഈ അമ്മയുടെ കാര്യം, അമ്മ കരയാതിരി അമ്മേ. അമ്മ എനിക്ക് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? സ്വന്തം കുഞ്ഞിനെ ഒരു നോക്കുപോലും കാണാൻ പറ്റാത്ത ഒരു അമ്മയുടെ അവസ്ഥ ഭയങ്കര, നമുക്കറിയാതിരി ഭയങ്കര സങ്കടമുള്ള കാഴ്ചയാണ്. അമ്മ അവിടെ നിന്ന് മാറി നിൽക്കുക, അതായിരിക്കും നല്ലത്.
ഇതിന് ശേഷം ആകപ്പാടെ തകർന്നല്ലേ? നമ്മൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 മക്കൾ പോയപ്പോഴത്തേക്ക് മകന്റെ ഒരു കുഞ്ഞുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ, ജീവിതത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ നാളെ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ നമുക്ക് ലീഗലായിട്ട് നിയമപരമായിട്ട് നമുക്ക് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് വരെ അമ്മയ്ക്ക് അവകാശമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ ചോദിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചു. ഒരു തവണ ഈ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഈ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ഞാൻ അവളോട് വിളിച്ച് സംസാരിച്ചു. അന്ന് നമ്മുടെ സ്ഥലത്തില്ല, അപ്പോൾ തമിഴ്നാട്ടിലാണ്. എന്നിട്ട് അവസാനം ആ കുഞ്ഞിനെ കൊടുത്ത് ഈ രീതിയിലാണ്. 51 മുറിവുകൾ. അവന് അമ്മയ്ക്ക് ഒന്നാമത് വയ്യ. ഞാൻ അമ്മയെ കൊണ്ട് മാറ്റി എടുത്തിട്ട് ഒന്ന് വാ നമുക്ക് ഇവിടുന്ന് മാറാം. അച്ഛൻ പിടിക്കും. ഒന്നാമത് വയ്യാത്ത ആളാ, നമുക്ക് ഇവിടുന്ന് മാറ്റി നിർത്താം. അവിടെ സ്റ്റെപ്പിൽ ചെന്നിരുന്നു. ഇങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ. അമ്മ അവിടെ ഇരുത്താം. കാരണം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അമ്മ ഇന്നലെ കുഞ്ഞിന്റെ ബോഡി കണ്ടായിരുന്നു. അമ്മ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. വീട്ടിൽ അവിടെ 1-2 മണിക്കൂറോളം അവിടെ വെച്ചിരുന്നു. അവൻ ഓടി കളിക്കേണ്ട വീട്ടിലാണ്. നമ്മളവിടെ പല മോഹങ്ങളോട് കൂടി നമ്മളവിടെ 2 ദിവസം നമ്മളെ കയ്യിൽ ഇപ്പം കിട്ടും പല ആശകളോടും കൂടി നമ്മളവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ കിട്ടിയത് ചേതനേറ്റ കുഞ്ഞിനെയാണ് കിട്ടിയത്. നമുക്ക് മകളുടെ കാര്യം പറഞ്ഞില്ലേ? മകൾ അങ്ങനെ ആ ഒരു രീതിയിൽ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അഖിൽ എന്ന് പറയുന്ന മകൻ തകർന്നു. അവന് ഡാൻസ് പ്രോഗ്രാമിൽ പിന്നെ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയൊരു റിമൂവൽ വന്നപ്പോഴത്തേക്കാണ് എവളുമായിട്ട് പരിചയപ്പെടുന്നത്. ഈ ഡാൻസ് ട്രൂപ്പിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ആ ഡാൻസ് ട്രൂപ്പിലെ ടീച്ചറാണ് ഇവര് കൂടിച്ചേരാനുണ്ടായ ഒരു വഴി ഒരുക്കിയത്. അഖിലയും തമ്മിലൊരുക്കിയത് ഈ ടീച്ചർ തന്നെയാണ് ഈ അസ്കറുമായിട്ടുള്ള ബന്ധം ഉണ്ടായി കൊടുത്തത്. ഇപ്പോൾ അഖിലയ്ക്ക് അമ്മയെ ഞാൻ അങ്ങോട്ട് നോക്കണ്ട പോട്ടെ. ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ദൈവമേ, ഇങ്ങനെ ഒരു ശിക്ഷ ഒരിക്കലും കൊടുക്കില്ല എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. 2 മക്കളെയും എടുത്തു, കുഞ്ഞിനെ എടുത്തു. ആ ഒരു അവസ്ഥ ഭീകരമാണ്. കുഞ്ഞിന് അന്ന് മാത്രം രക്തബന്ധമാണ്. നമുക്ക് ഇനി തലമുറയിൽ ഇനി എനിക്കും ഒരു രക്തബന്ധത്തിലുള്ള തലമുറ ഇല്ല. നമ്മളിന്ന് എന്ത് പ്രതീക്ഷയിലാണ് ജീവിക്കണമെന്ന് നമുക്കറിയില്ല. ഇത്ര നാൾ ജീവിച്ച ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്കൊരു കുഞ്ഞുമോനുണ്ട്. പറഞ്ഞ ആശ്വസിപ്പിക്കും. മാത്രമല്ല മോള് മരിച്ചപ്പോൾ തന്നെ മാനസികമായിട്ടുള്ള തകർന്നു. ചികിത്സയിലാണ്. ആ ചികിത്സയിൽ മാസം ഗവൺമെന്റ് ഞാൻ ആദ്യം പേരൂർക്കട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ മാസവും പാലോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ആൾ വരുന്നുണ്ട്. അതിൻ്റെ മരുന്നുകൾ കഴിഞ്ഞ് എല്ലാ മാസവും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കൂടെ ഏകദേശം നമ്മൾ ഈ കുഞ്ഞിൻ്റെ പ്രദേശത്തോട് ഒന്ന് നമ്മൾ റിമൂവായി വന്നപ്പോഴത്തേക്കാണ് വീണ്ടും ഒരു ഇടുത്തി പോലെ വീണ്ടും ഈ ഒരു സന്ദർഭം വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മകൻ ആത്മഹത്യയുള്ള കാരണം? അഖിലയ്ക്ക് ചാറ്റ് ഇവൻ കണ്ടുപിടിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചാറ്റുകൾ കണ്ടുപിടിച്ച് അങ്ങനെ അടിയുണ്ടായി. പിന്നെ അത് സംബന്ധിച്ച് പാലോട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഇവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് ഇവർ എഴുതി പിരിഞ്ഞ് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇവൻ ഈ അഖില ഒരു സമയത്ത് പറയുന്നത് നിന്റെ കുഞ്ഞല്ല എന്നവർ പറയുന്നു. അഖില പറഞ്ഞു നിന്റെ കുഞ്ഞല്ല, അവിടെ അതെ അതുവരെ അവൻ സഹിക്കുവാണ്. അപ്പൊ അത് പറഞ്ഞ് SI പറഞ്ഞ് നീ ഈ അഖിലയോട് പറഞ്ഞ് നീ ഗർഭിണിയാണ്, അവന്റെ കുഞ്ഞ് നിന്റെ. അപ്പം പറഞ്ഞ് അതെ അഖിലിന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ്. അപ്പം ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അഖിലയുടെ അമ്മ പറഞ്ഞ് അത് നമുക്ക് പ്രശ്നമല്ല സാറേ എന്ന് പറഞ്ഞു. അഖിലയുടെ അമ്മ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പിരിഞ്ഞു പോകുന്നതാണ്. ഈ മാനസിക വിഷമത്തിലാണ് അവൻ ഈ കൃത്യം ചെയ്തത്. അത് തന്നെയാണ് സത്യം. ഇവള് കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷമേ ഇവള് പിന്നെ നിങ്ങൾ ഇവളുടെ കാര്യം തിരക്കാറില്ലായിരുന്നു? ഇവളുടെ കാര്യം കാരണം വെച്ചാൽ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിച്ചിട്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇനി ഒരു ശല്യം അവർക്ക് ഉണ്ടാവരുത്. ഈ അഷ്കറോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്ന് സ്ഥലത്തില്ല, ഞാനന്ന് ഗൾഫിലാണ്. ഞാനന്ന് പോയിട്ട് അന്ന് 1 വർഷം ആകുന്നേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ മരണം. അന്ന് ഇവിടെ 3 മാസം ഗർഭിണിയാണ്. 3 മാസം ഗർഭിണിയാണ് ഇവിടുന്ന് പോകുന്നത്. മകനെ ഇവിടെ കൊണ്ട് അടക്കി ഇവിടെ വന്ന് നോക്കിയിട്ട് ആ പോയിട്ട് നമ്മളെ എന്താണ് ചെയ്യുന്നു അറിയുന്നില്ല, ഏതാണ് ചെയ്യുന്നു അറിയുന്നില്ല. അങ്ങനെ അപ്പം ഞാൻ നോക്കാം, നമുക്ക് ഞങ്ങളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എവൾ ഗർഭിണിയാണല്ലോ, എവൾ ആശുപത്രിയിലാകുമ്പോഴത്തേക്ക് നമ്മൾ അറിയിക്കും, ഡെലിവറി സമയത്ത് നമ്മൾ അറിയിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതറിയിച്ചില്ല, നമ്മൾ അറിഞ്ഞതുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവിച്ചെന്ന് അറിഞ്ഞു. കാരണം ഫേസ്ബുക്ക് വഴിയും ഇത് ഇങ്ങനെ ഇവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു പ്രസവം കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും നൂലുകെട്ട് അറിയിക്കുമായിരിക്കും, അതും അറിയിച്ചില്ല.
അതും അറിയിക്കാതെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ മാസങ്ങളിൽ നമ്മൾ പിന്നെ ഞാൻ വക്കീലോട്ട് ആലോചിച്ചു, നമുക്ക് കുഞ്ഞിനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിയമവശമായിട്ടുണ്ടെന്ന് വക്കീൽ പറഞ്ഞത് നമുക്ക് നിയമവശമില്ല, 18 വയസ്സ് അമ്മയുടെ ചുമതലയാണ് കുഞ്ഞിന്, അതുകൊണ്ട് നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇവനോട്ട് എങ്ങനെ പരിചയമാണെന്ന് അറിയാമോ? അഷ്കറുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പരിചയം. ഡാൻസ് ട്രൂപ്പിലെ വണ്ടി ഓടിക്കുന്നവനാണ്. ആ ട്രൂപ്പിൽ അവർ പരിപാടിക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് അവൻ. ആ ഡാൻസ് ടീച്ചറാണ് ഈ ഇവളെ പരിചയപ്പെടുത്തി ഇവർ ഈ തരത്തിലാക്കാനുള്ള ഇതുണ്ടായത്. എന്നിട്ട് അവന്റെ കയ്യിലേക്ക് കുഞ്ഞു വരികയാണ്, പിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന സംഭവമാണ് അല്ലേ? കൊല്ലുന്ന സംഭവമാണ്. അവന്റെ ചില വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങി, 2 കൈയും വെച്ച് കെട്ടിയുള്ള രൂപം. അതെ അതെ, അത് നെഞ്ചുപൊടിയുന്ന കാഴ്ച. അത് ഇവൻ പിരിച്ചളഞ്ഞതാണ് കൈ. ഒരു 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 മൃഗം തന്നെ പറയാൻ ഒക്കത്തില്ലല്ലേ? മൃഗങ്ങൾ ഇങ്ങനെ കാണിക്കില്ല, മൃഗങ്ങളും കാണിക്കാൻ 51 മുറിപ്പാടുകൾ, ദേഹം മൊത്തം സിഗരറ്റ്. ഞാൻ പോയി കണ്ട്, ആദ്യം കണ്ടപ്പോഴും തന്നെ എൻ്റെ അളിയൻ പറഞ്ഞു, അളിയെ കാണണ്ട, വെളിയിറങ്ങി പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി കളഞ്ഞു. ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇത് മുറിപ്പാടുകളും ജനനേന്ദ്രിയം തന്നെ പിടിച്ചു പിരിഞ്ഞ് വളരെ വികൃതമായ രീതി ആക്കിയ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനൊരു മരുമോളെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുവേ. ഒരു വിധത്തിൽ ഉൾക്കൊള്ളാനൊക്കെ ഒത്തിരി സ്ത്രീ ആയിപ്പോ അല്ലേ? സ്വന്തം കുഞ്ഞിനെയാണ് അമ്മയും മോനെയും കൊന്ന് കുഞ്ഞുമോനെയും കൊന്നു. ഇനി അവക്ക് എന്ത് ശിക്ഷ കൊടുത്താൽ പറ്റുമോ? അമ്മയുടെ കണ്ണീരിനുള്ള ശിക്ഷ അവക്ക് കിട്ടും. ജീവൻ മുഴുവൻ പുഴുത്തവള് ചാവും. ഇങ്ങനൊരു അമ്മയെന്ന് പറയാൻ പറ്റുമോ ആ സ്ത്രീയെ? സ്വന്തം കുഞ്ഞിനെ ഒരുത്തന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി. ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 ദിവസമായിട്ട് ഇവള് തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ ആലോചിക്കണം, അപ്പോഴൊക്കെ ഈ കുഞ്ഞോടെ പീഡനം അനുഭവിക്കുകയാണ്. പോട്ടെ, നമ്മുടെ കണ്ണീരിനെ അവൾ അനുഭവിക്കും. സമാധാനം കാണാതെ അവൾ പുഴുത്തിയാവും. അത് ഞാൻ പറയത്തുള്ളൂ, പുഴുത്തിയാവും പേപ്പട്ടിയെ പോലെ. അതാണ് ഈ കണ്ണീരിനുള്ള അവൾക്ക് ഏറ്റവും കൂടുതൽ മറുപടി ഒക്കെ കിട്ടാൻ പോകുന്നത്. എന്റെ കൊച്ചുപോൻ പിടഞ്ഞതുപോലെ പിടഞ്ഞ് അവള് മരിക്കണം. അവള് ബിരിയാണി തിന്നിറങ്ങട്ട, ഞങ്ങള് മരിക്കാം. നിങ്ങളുടെ കുടുംബത്തിനെ അവള് നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഞങ്ങളുടെ വസ്തുവകളെല്ലാം കോടതിയിലാക്കിച്ച്. അല്ല, അവള് തന്ത്രത്തിലാണ് മകനെ പോലും വശത്താക്കിയത് അല്ലേ? അവള് വന്നു കയറി യക്ഷിയായിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. എന്റെ മോനെ നശിപ്പിച്ചു കൊന്നു. ഞങ്ങള് കുടിയൊക്കെ നിർത്തിക്കൊണ്ട് വന്ന കൊച്ചായിരുന്നു. അതിനുശേഷമാണ് ഇവള് കുടിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു കുഴപ്പമില്ലായിരുന്നു. കുടി നിർത്തി ജീവിതത്തിലേക്ക് വന്ന് ഇവിടെ എല്ലാരും ഒപ്പിട്ടാണ് കൊണ്ടുപോയി കുടിയൊക്കെ നിർത്തിച്ചത്. ഇനി എന്തായാലും ഒരു പ്രതീക്ഷയില്ല. മകളും പോയി, മകനും പോയി, കുഞ്ഞുമോനും പോയി. ഒരു പ്രതീക്ഷയില്ല. ഇനി ഈ വിധിയാണ് ഞങ്ങളെ സന്തോഷം. ഞങ്ങളെ ജീവിതത്തിൽ ഇത്തിരിയെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ എന്റെ കൊച്ചിന്റെ ആ രഹസ്യ ഭാഗം വരെ വലിച്ചു കീറി എന്റെ പൊന്നുമല്ല വിളിക്കുക പോലും പറ്റാതായിട്ട് അവന് ശരീരം ചുട്ട് എന്റെ അപ്പില ശരീരം ചുട്ട് എന്റെ അപ്പയ്ക്ക് മൂത്ത കഴിക്കാൻ പറ്റും. എന്റെ അപ്പിനെ തലയടിച്ചു പൊട്ടി, എന്റെ അപ്പിനെ രക്ഷ പൊട്ടിച്ചു. ബിരിയാണി തിന്നിറക്കല്ലേ എനിക്ക് പറഞ്ഞാക്കളെ എന്റെ 2 മക്കൾ പോയിട്ട് ഞാൻ ഇങ്ങനെ തകർന്നില്ല. എന്റെ അപ്പയെ പ്രതീക്ഷിച്ച് ജീവിച്ച്. എന്റെ അപ്പ മിടുക്കനായിരുന്നു. കാണുന്നവരെല്ലാരും പറഞ്ഞു നല്ല സ്മാർട്ട് കൊച്ചാണ്. എന്റെ വായ്, എന്റെ പൊന്ന്, എന്റെ പൊന്നിനെ ഇങ്ങനെ ചെയ്തില്ലേ മക്കളെ? ഒക്കെ കേൾക്കളില്ലേ? എന്റെ അപ്പ ലൈറ്റ് വെച്ചത് സിഗരറ്റ് എന്റെ അപ്പ ആഹാരം ഇല്ലാതെ, വെള്ളം ഇല്ലാതെ, എന്റെ അപ്പ വെള്ളം ആഹാരം ഇല്ലാതെ കരഞ്ഞപ്പോ അവർക്ക് വീണ്ടും കൊന്നില്ലേ മക്കളെ? ഞങ്ങൾക്ക് നീ മറുപടി പറഞ്ഞതോ? ഞങ്ങൾക്ക് ആരുമില്ലേ? ദൈവങ്ങളെ കൈവിട്ട് ഈ പള്ളിയിലാണ് ഞാൻ പറഞ്ഞ. ഇനി ഞാൻ ഈ പള്ളിയിൽ പോകൂല. എന്റെ 3 മക്കൾ ഈ പള്ളിയിൽ നോക്കായിട്ടിരുന്നില്ലേ? പള്ളിയിലെ ദൈവം പോലും എന്റെ കൈവിട്ടില്ലേ? എന്റെ മക്കളെ കൈവിട്ട് എന്റെ കൊച്ചുകൊണ്ടും കൂടെ എന്നെ പറ്റിച്ചോണ്ട് പോയിട്ട് ഇനി അമ്മ എന്തൊരു മരുന്ന് കഴിക്കണു? ഇനി അമ്മ
ഈ വിധിയും കൂടെ കാത്തിരിക്കുന്നവര് ഞങ്ങൾ 5 പേരും ഇവിടെ കിടക്കും. ഞങ്ങൾ 5 പേരും ഇവിടെ തന്നെ കിടക്കും. ഞങ്ങൾക്ക് നീതി കിട്ടൂല. അമ്മക്കറിയാം. ചുമ്മാക്കളെ ഇത് ഞങ്ങളെ പോലെയുള്ള പാവ സ്ത്രീകളെ കൊല്ലാനുള്ള. എന്റെ സുന്ദരി മോളെ കൊന്നിട്ട് നീതി കിട്ടിയ, എന്റെ സുന്ദരി മോളെ കൊന്നിട്ട് നീതി കിട്ടിയ, എന്റെ മോനെ നീതി കിട്ടിയ, മോളെ കൊന്നിട്ട് കിട്ടിയ, എന്റെ പൊന്നിന്റെ പുറത്തേക്ക് നാഗം മാത്രമേ ഉള്ളു മക്കളെ മുറിയാത. എന്റെ പൊന്നിന് നാഗം മാത്രമേ ഉള്ളു മുറിയാത. അമ്മമാരെ പൊന്നായിരുന്നു ഈ എപ്പിസോഡ് നമുക്ക് പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. കാരണം അവരുടെ സങ്കടം സഹിക്കുന്നതിനപ്പുറമാണ്. ആ അച്ഛൻ കരയുന്നു, അമ്മ കരയുന്നു, നമ്മുടെയൊക്കെ ഉള്ളലയിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഗതി വരുത്തില്ലേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് മനസ്സമാധാനം കിട്ടട്ടെ, അവർക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.